مضى يا واسع الكرم صل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ സലാത്ത് കമ്മിറ്റി എറണാകുളം ഇതിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട വൈ അഹമ്മദ് സാഹിബ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം ആശംസിച്ച ഏറെ ആദരണീയരായ നമ്മുടെ അൽമദ്രസത്തു ദീനിയ ഇതിൻ്റെ ആദരണീയരായ ഉസ്താദ് ബഹുമാനപ്പെട്ട അഭിമന്യ സുഹൃത്ത് മുഹമ്മദ് നിസാർ ഫൈസി, നമ്മുടെ ഈ മഹത്തായ ആത്മീയ സംഗമം, ഈ മതപ്രഭാഷണ പരിപാടി ഔപചാരികമായി ആധികാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിമന്യ സുഹൃത്ത് ജാമിയ മസ്ജിദ് എറണാകുളം ഇതിൻ്റെ പ്രഗത്ഭനായ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് എൻ.എം. മുഹമ്മദ് ഷബീർ ഫൈസി, നമ്മുടെ ഈ മഹത്തായ വേദിയിലെ ധന്യ സാന്നിധ്യം ബഹുമാനപ്പെട്ട ഹാജി ഇജ്ജബ ഫക്കീർ സാഹിബ്, മുഹമ്മദ് ഷരീഫ് ഫൈസി അൽ മാബരി, അബ്ദുറഹ്മാൻ സാഹിബ് കുറ്റിക്കാട്, അബൂബക്കർ സിദ്ദീഖ് ഫൈസി ഉസ്താദ്, ഷഫി സാഹിബ്, ആഷിർ ഫൈസി അൽ മാബരി, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികൾ, അള്ളാഹു റബ്ബുദാല നമ്മുടെ ഈ ഒത്തുകൂടൽ, ഈ ഒരുമിച്ച് കൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂല് ചെയ്യട്ടെ. ആമീൻ ചൊല്ലു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടുന്നതിനേക്കാളേറെ ഭംഗിയായി നാളെ അവൻ്റെ സ്വർഗ്ഗലോകത്ത് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വലിയ ശഫാഅത്തിൽ ഞങ്ങളെല്ലാവരെയും ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി, ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നാളേറെയായി കട്ടപ്പെട്ട, അധ്വാനിച്ച, ത്യാഗം ചെയ്ത, സഹായിച്ച, സഹകരിച്ച, നേതൃത്വം നൽകിയ എല്ലാവരെയും അള്ളാഹു രണ്ടു ലോകത്തും സഹായിക്കുകയും സന്തോഷിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ ഇരിക്കുന്ന നമുക്ക്, നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, നമ്മുടെ ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, ദ്വാരക്കണേ എന്ന് വസിയത്ത് പറഞ്ഞിട്ടുള്ളവർ, തിരിച്ചങ്ങോട്ട് വസിയത്ത് പറയപ്പെട്ടവർ, എല്ലാവർക്കും അള്ളാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവസാനം മരണം ഹൈറായി വരുമ്പോൾ കാമില ഈമാനോടുകൂടി അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. നമ്മളിലും വേണ്ടപ്പെട്ടവരിലും ഈ പറയപ്പെട്ടവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കരുണക്കടലായ റബ്ബ് മരുന്നില്ലാതെ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കച്ചവടം, ജോലി, ബിസിനസ്സുകളിൽ, നമ്മുടെ ഭാര്യ മക്കളിൽ, നമ്മുടെ വീട് പറമ്പുകളിൽ, നമ്മുടെ താലീമിലും വഅദ് നസീഹത്തുകളിലൊക്കെയും അള്ളാഹു ഏറിയ ബർക്കത്ത് ചെയ്യട്ടെ. ഇങ്ങനെയുള്ള നല്ല കർമ്മങ്ങൾക്ക് അള്ളാഹു ഒരുപാട് കാലം നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കടങ്ങളുണ്ട്, കൊടുക്കാനുള്ളവരുണ്ട്, കിട്ടാനുള്ള കടം ഉള്ളവരുണ്ട്. അള്ളാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എല്ലാ കടങ്ങൾക്കും, അത് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കാനും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടാനും അള്ളാഹു തആല ഹലാലായ വഴിയും മനസ്സും മാർഗവും എളുപ്പത്തിൽ അല്ലാഹു തുറന്നു തരട്ടെ. ബഹുമാനികളെ, അൽമദ്രസത്തു ദീനിയ എറണാകുളം അൽമദീന യങ് മെൻസ് അസോസിയേഷൻ ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കൊണ്ടാടപ്പെടുന്ന മഹത്തായ സലാത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു റബിയ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രഭാഷണ സദസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല നമ്മളിന്ന് സ്വീകരിക്കട്ടെ. ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടവർക്ക്, അധ്വാനിച്ചവർക്ക്, സഹായിച്ചവർക്ക്, നേതൃത്വം കൊടുത്തവർക്ക്,
പ്രത്യേകിച്ച് ഇതിന് വേണ്ട സലഹമായിത്തി ഉപദേശങ്ങളൊക്കെയും കൊടുത്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് ഷെരീഫ് ഫൈസി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ പേരെന്ത് മുഹമ്മദ് നിസാർ ഫൈസി ഉസ്താദ്, എൻ്റെ അഭിമന്യ സുഹൃത്താണ്. ഈ പരിപാടിയിലേക്ക് വളരെയേറെ സ്നേഹപുരസ്സരം ക്ഷണിച്ച ഒന്നരായ നിസാർ ഫൈസി ഉസ്താദ്, അവർക്കൊക്കെയും അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. റോഡ് സൈഡിൻ്റെ പരിപാടിയാകുമ്പോൾ ശബ്ദത്തിൻ്റെയും സൗണ്ടിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഓൾറെഡി ഉണ്ട്. സാരമില്ല. ഇനി ആ സൗണ്ടിൻ്റെ ഇടയിൽ ഇരിക്കുന്ന നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വരാൻ കഴിയാം. ഓൾറെഡി ഒരു സൗണ്ട് ഉണ്ട്. തെല്ല് ഡിസ്റ്റർബ് തൊന്തര ആവിടും. ഇവരെ ഭാഷ ഏതാ? നിങ്ങളെ ഭാഷ ഏത്? ഇന്ത്യ ബാരി. നിങ്ങളെ ബാരി ഭാഷ ഞങ്ങൾക്ക് വരുന്നില്ല, വലിയ നന്നായി വരുന്നില്ല. ഞാനങ്ങല്ലേ, ഞാൻ കേരളമാണ്. എന്നെ ശ്രദ്ധിക്കുക. സ്വർഗത്തിന്റെ തോപ്പലിരുന്നിട്ട് ഇനി ബാക്കി സുഖവിവരം പേഴ്സണൽ വിഷയമെല്ലാം നാളെ. ഇപ്പൊ ഇവിടെ നിങ്ങളെല്ലാം നല്ല ആദബില്, അച്ചടക്കത്തില്, റാഹത്തിലിരിക്കണം. കാരണം ഇത് കേവലം ഒരു ഡേ നൈറ്റ് ഫെഡ് ലൈറ്റ് മാച്ചിന്റെ ഗാലറി അല്ല. ഇതൊരു സിമ്പിളായി കാണേണ്ട ഒരു പരിപാടിയല്ല. നല്ല ഗൗരവ ആദരത്തോടുകൂടി നല്ല ബഹുമാനത്തോടുകൂടി ഇരുന്ന് കേൾക്കേണ്ട ഒരു പരിപാടിയാണ്. ഞാൻ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല, നിങ്ങൾ വന്നിട്ട് ജയിച്ചതായത് കൊണ്ടുമല്ല, മറിച്ച് ഇതൊരു ഇൽമിന്റെ മജ്ലിസാണ്. ഇത് ഏറ്റവും വലിയൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ട മജ്ലിസാണ്. ഇത് അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ട മജ്ലിസാണ്. എല്ലാത്തിനേക്കാളുപരി മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മജ്ലിസാണ്. അപ്പൊ അതിനോട് നമുക്ക് വലിയ ആദരവും ബഹുമാനവും വേണം. അപ്പൊ അതിൻ്റെ ഇടയിൽ എണീക്കുന്ന വായിന്ന് അതിൻ്റെ ഇടയിൽ വിഷയമുണ്ടെന്ന് ഇതൊന്നും നമുക്ക് യോജിച്ചതല്ല. ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് അമലല്ല, അദബാണ്. അമല് അതതിന്റെ കർമ്മം പോലെ ഫറലാക്കപ്പെട്ടതും സുന്നത്താക്കപ്പെട്ടതും മതി. അതിന്റെ അപ്പുറം വേണമെന്നൊന്നുമില്ല. നിർബന്ധമായത് ഏതായാലും വേണം, സുന്നത്തും വേണം. നല്ലോണം വേണ്ടത് അദബാണ്, മര്യാദ, കൾച്ചർ, സംസ്കാരം. അതില്ലേ പോയി ഈ ബഹുമാനോ അദബ്, ബഹുമാനോ മര്യാദ ഇതില്ലേ, പിന്നെ ഞങ്ങൾ എത്ര ഹജ്ജ് ചെയ്തിട്ടും ഗുണമില്ല, എത്ര നിസ്കരിച്ചിട്ടും ഗുണമില്ല, എത്ര ഇബാദത്ത് എടുത്തിട്ടും ഗുണമില്ല, എത്ര സലാത്ത് ചൊന്നിട്ടും ഗുണമില്ല. 14,000 ആണ്ട് അള്ളാന്റെ സ്വർഗലോകത്ത് അള്ളാഹ്ക്ക് സുജൂദിട്ട ആളായിട്ടിക്കട് അസാസി പിടിയാവരല്ലേ നിങ്ങൾക്ക്. മാഷാ അല്ലാഹ്, ഞങ്ങളെ വിക്കായത്തിന്റെ പുള്ളന്മാരല്ല, ഞങ്ങളെ വോളണ്ടിയർമാർ, ഞങ്ങളെ നാട്ടിന്റെ ബാല്യക്കാർ ഈ പരിപാടിക്ക് വേണ്ടി വോളണ്ടിയർമാരായിട്ടൊക്കെ സേവനം ചെയ്യുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ സന്തോഷം പ്രദാനം ചെയ്യട്ടെ. ഞാൻ ചൊന്നോ ഞാൻ കേട്ടത് നിങ്ങൾക്ക് ജവാബ് ചൊല്ലാണ്. ഇത് ബായി വളർന്നിട്ട് കേൾക്കും, ഇത് പാട്ടൊന്നുമല്ല, ഇത് ഇൽമാണ്. ഇൽമ എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങളെ കൽബിലേക്ക് തറക്കണോ, നിങ്ങളെ കാതിൽ കേൾക്കണോ, നിങ്ങളെ ജീവിതത്തിൽ വേണോ, നാളെ വേറെ അങ്ങക്ക് ചൊന്നു കൊടുക്കുകയും വേണം. അപ്പൊ ഞാൻ കേട്ടതൊക്കെ നിങ്ങൾ റീപ്ലേ തരണേ. നിങ്ങൾ ബായ് വളർന്നിട്ട് നിങ്ങളെ കേൾക്കണേ. ഇത് കഥാപ്രസംഗമല്ല. ഞാൻ എന്ത് ഇത്ര നേരം ചൊന്നോ? ആ ബന്ധങ്ങളെല്ലാം ഇപ്പറ കടത്തോറോ. നിങ്ങൾ അവിടെ വിഷയാക്കും നിൽക്കണ്ട, നിങ്ങൾ ദൂരം ദൂരം നിൽക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈല് വലിയ പിടിച്ചോളണമെന്നില്ല, അതിലെന്നൊക്കെ ബേജാറുമില്ല, അതിലെന്നൊക്കെ ബേജാറുമില്ല. പിന്നെ ഉള്ളത് ചൊന്നെങ്കിൽ ഉമ്മക്കെ പിടിക്കല്ലേ, പിന്നല്ലേ നിങ്ങൾക്ക് എന്തുമ്മ എന്തായി. കുറെ നേരം പ്രസംഗിക്കുമല്ലോ. ഒരു 10:30 10:45 തീരണോ, 10 മണിയാകുമ്പോ തീരണോ. ഞങ്ങൾ ആ പെർമിഷന്, ആ ലീഗലായിട്ടുള്ള എല്ലാ ഓപ്ഷന് ഞങ്ങൾ മുന്നേ ഫോളോ ആക്കണം. അതിലെന്തോ അപ്പുറപ്പുറാക്കോ തീരാ. അപ്പൊ ആ പെർമിഷന്റെ ഉള്ളിലേ ഞങ്ങൾ പോണം. ഇനി എല്ലാം അപ്പുറപ്പുറ ആയിന്ന് കണ്ടെങ്ങനെ കുറെ അപ്പുറപ്പുറാവുന്നില്ല, തെല്ലല്ല അപ്പുറപ്പുറാവും. സാധാരണ എല്ലാം ടൈം ടു ടൈം ആവല്ല, എന്നെങ്കിലും കുറെ ലേട്ടാക്കുമല്ല. അപ്പൊ ഈ പരിമിതമായ കുറച്ച് സമയത്തിന്റെ ഉള്ളില് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ഇൽമ നമുക്ക് പഠിക്കണം, നമുക്ക് പറയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. കുറെ ഇബാദത്ത് വേണ്ട. ഇബാദത്ത് 5 നേരം നിസ്കാരം ഖളാ ആക്കാതെ അതിന്റെ സമയത്തിന്റെ തുടക്കത്തിലേ നിർവഹിക്കണം. അത് 5 നേരമാണ്. അതിൽ ഒരു എക്സ്ക്യൂസും ഇല്ല, അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല.
അത് നിർബന്ധമായ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ചെയ്യണം. 5 നേരം നിസ്കാരം ഫർളാണ് അല്ലേ? ഒരു മുസ്ലിമായ ആണ് പെണ്ണിന്റെ മേലെ നോമ്പ് അങ്ങനമേ കൊല്ലത്തിൽ ഒരു തിങ്ക ഡെയിലി ഇല്ല, 6 മാസത്തെ ഒരിക്കല്ല, ആണ്ടക്ക് ഒരു തിങ്ക മാത്രം നോമ്പ് ഫർള്. ഹജ്ജും സക്കാത്തും അത് കയ്യിലെ കാശും പൈസ ഉള്ളങ്ങൾക്ക് മാത്രം, എല്ലാവർക്കും ഇല്ല. ഇതാണ് ഫർളായ കാര്യ. പിന്നെ നാവും കണ്ണും കാതും കൽബും എല്ലാം കൺട്രോൾ ആക്കണോ. പിന്നെ കുറച്ച് സുന്നത്തായ കർമ്മങ്ങൾ അമല് ചെയ്യണോ. ഇത് മയ്യാവും. പക്ഷെ ഏറമാണ് ഇതെന്ത്ര കൊണ്ടുണ്ട. നല്ലോണം അതബ് വേണോ, നല്ലോണം ബഹുമാനം വേണോ, നല്ലോണം മര്യാദ വേണോ, നല്ലോണം ആദരവ് വേണോ. ആരോട്? ആരോട്? എന്തിനോട്? ഉമ്മയോട്, ബാപ്പയോട്, പള്ളികളോട്, മദ്രസകളോട്, ആലിമീങ്ങളോട്, ഹിരിയന്മാരോട്, നാട്ടിന്റെ നേതാക്കളോട്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ദീനിന്റെ ഷിയാറുകളോട്, അടയാളങ്ങളോട്, ദീനിന്റെ കാര്യങ്ങളോട് വലിയ അദബ് വേണം, ബഹുമാനം വേണം. അതിനൊരു നെഗ്ലക്റ്റ് ആയിട്ട് കാണുകുതീറ, അതിനൊരു സിമ്പിളായിട്ട് കാണുകുതീറ, അതൊരു മാമൂലായിട്ട് കാണുകുതീറ, അതൊരു നോർമൽ ആചാരായിട്ട് കാണുകുതീറ. ഇതല്ലാന്റെ അടുക്കൽ ഈ 1 മണിക്കൂറിന്റെ ഇരുത്തോ, നിങ്ങൾ ഇരുന്ന ഈ ഇരുത്തമുണ്ടല്ലോ, എന്റെ ഉമ്മമാരെ കേൾക്കണോ, പെങ്ങളെ കേൾക്കണോ, നിങ്ങൾ ഈ 1 മണിക്കൂറിന്റെ ഇരുത്തോ അള്ളാന്റെ അടുക്കൽ 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ്. ഷഫീഉൽ വറാ റസൂലുള്ളാഹ്. അപ്പൊ ഇത് എത്ര വലിയ കാര്യമൊന്നും കുറവില്ല. ഇത് പൈസാക്കണ പരിപാടിയല്ല. പൈസ വേണോ? പൈസ എല്ലാത്തും വേണ്ടേ? പൈസ ഇല്ലാണ്ടാവും എന്തോ. ചില ആൾമാർ ചൊന്നുകൊണ്ടുള്ള അറിയും, പുതിയ പുതിയ ആൾക്കാർ, നിങ്ങൾ മോല് തോന്നുന്നത് പൈസക്കല്ലേ, നിങ്ങൾ അങ്ങനാക്കുന്നത് പൈസക്കല്ലേ, നിങ്ങൾ നേർച്ച റാത്തി പോയാൽ വെക്കുന്നത് പൈസക്കല്ലേ, പിന്നെ നിന്റെ പള്ളിക്കുന്ന മണ്ണ് കെട്ടമാ. പൈസ എല്ലാവർക്കും വേണ്ടേ? പൈസ വേണോ? പക്ഷെ ഞങ്ങളെ ഉദ്ദേശമേ പൈസ എങ്ങെന്താവും? ഞങ്ങളെ ഉദ്ദേശം അല്ലാഹു ആണെങ്കിൽ, ഞങ്ങളെ നിയ്യത്ത് അല്ലാഹു ആണെങ്കിൽ, ഞങ്ങളെ പ്രവർത്തനം അല്ലാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവിടെ പൈസന്റെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുന്നതാണ്. എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ്, സംശയമില്ല. 14,000 ആണ്ട്, 14,000 ആണ്ട് ചൊന്നങ്ങ പോയി 4,000 ആണ്ട് 14 വർഷക്കിൻതൊള്ളോയച്ച അള്ളാന്റെ സ്വർഗലോകത്ത് നല്ലോണം ഇബാദത്തെടുത്ത സുജൂദെടുത്ത ആളാണ് അസാസിയിൽ. ആരാണ് ഈ അസാസിയില്? അസ്രായിലിന്റെ ഉസ്താദ്, മീകായിലിന്റെ ഉസ്താദ്, ജിബ്രീലിന്റെ ഉസ്താദ്, കോടാനക്കോടി മലായിക്കത്തീങ്ങളെ ഉസ്താദായിട്ട് അവിടെ ഇന്നാള്. സ്വർഗലോകത്ത് പോയിനാൽ 1000 ആണ്ട് അല്ലാഹ്ക്ക് സുജൂദിട്ട ആള്. പക്ഷേ അല്ലാഹു തആല അവൻ എന്താക്കി കൊണ്ടുണ്ട? ഇബ്ലീസ് എന്ന പേര് വെച്ചിട്ട് കാലാകാലം അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അവന് സ്വർഗമല്ല ഹറാമാക്കി, അവന്റെ മേലല്ല ലഅനത്തിട്ടോ. കാരണം എന്തുകൊണ്ടുണ്ട? അവന്റെ ഇബാദത്ത് കുറഞ്ഞതല്ല, അവന്റെ സുജൂദിന്റെ ഷർത്ത് ഫർള് മിസ്സായതല്ല. പിന്നെയാ ആദരിക്കപ്പെടേണ്ട, ബഹുമാനിക്കപ്പെടേണ്ട, റെസ്പെക്ട് കൊടുക്കപ്പെടേണ്ട ആദമാകുന്ന ആലിമിനെ ബഹുമാനിച്ചില്ല. ഇൽമിന്റെ ഹിലകാരെ ബഹുമാനിക്കണ, ഇൽമിന്റെ മജ്ലിസിനെ ബഹുമാനിക്കണ, ഇൽമിന്റെ ഇടങ്ങളെ ബഹുമാനിക്കണ, ഇൽമ പറയുന്നവരെ ബഹുമാനിക്കണ. ഈ ഇൽമിന്റെ മജ്ലിസ് ഇത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹ് അല്ലേ? ഇത് സ്വർഗത്തിന്റെ തോപ്പല്ലേ? അല്ലേ? ഇത്ര ഡിസ്റ്റൻസിൽ തെല്ല സൗണ്ട് കൂട്ടുവാറ. ജസ്റ്റ് മാഷാ അല്ലാഹ്, നല്ല സൗണ്ട്, നല്ല ഓപ്പറേറ്റർ. അല്ലാഹു തആല അവർക്കൊക്കെ ആരോഗ്യവും ആയുസ്സും ഏറ്റി കൊടുക്കട്ടെ. അവിടൊക്കെ കൂട്ടണ്ട, ഓഡിയൻസിന് വേണ്ട. നല്ല കറക്റ്റ് ഉണ്ട് മാഷാ അല്ലാഹ്. ഞങ്ങൾ എപ്പോഴും ചൊന്നിട്ട് ഞങ്ങൾക്ക് സൗണ്ട് പോയിരു അതിന്റെ കങ്ങളെ പറഞ്ഞങ്ങാവാ. കളിക്കോ ജാഗ നേരില്ലെങ്കിൽ അതൊക്കെ പിന്നെ നക്ക് കളിക്കോ പണ്ടില്ലെങ്കിൽ ജാള് നേരില്ല ചൊന്നങ്ങാവാ. നക്ക് കളിക്കോ പണ്ടില്ലേ, പിന്നെ ജാള് നേരില്ല ചൊന്നിട്ട് ജാള് നേരം ഉണ്ടെങ്കിൽ നിനക്ക് കളിക്കോ പണ്ടില്ലല്ലോ. പിന്നെ ജാള് നേരില്ല ചൊല്ലിട്ട് കളിക്കാമോ വേണ്ട, നക്ക് പണ്ടേ ഇല്ല ചൊല്ലു. ആരാറ് ദൂരോ തീരാ നമ്മളെ മേ ദൂരം എങ്ങായിട്ട് അവോ 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 അവളോ അവളോ അയാള് അവരോ നിങ്ങളെ കാട്ടുമ്പോ ഇവരും ചൊന്നിട്ട് കീഴില് 3 പേരിൽ നിന്റെ കാട്ടിക്കൊണ്ടുണ്ട്. അത് ഓർമ്മ വേണം എപ്പോഴും. നീ അവരോ അവരോ അയാള് ഇവരും ചെട്ടിക്കണാക്കുമ്പോ അപ്പുറം ഒരാൾക്ക് നീ കാട്ടുമ്പോത്തുകോ മേലെ ഒരാൾ നിന്റെ നോക്കിക്കൊണ്ടുള്ള 3 പേരിൽ നിന്റെ മേ കാട്ടിക്കൊണ്ടുണ്ട്.
വോളണ്ടിയർമാരുടെ വിഷയത്തിലുള്ള ആരാണ് കിട്ടിയ കോട്ട് ചാൻസ് ചെന്നിട്ട് വിഷയാക്കണം, ആവശ്യത്തിൽ ആക്കണം, തെല്ലാം എല്ലാ കുറവും അത്രമേ, അല്ലാണ്ട് മുണ്ടാണ്ട് തയ്ച്ചങ്ങാവും മനുഷ്യന്മാർ. പിന്നെ നക്ക് തെല്ല് വസ്വാസം യാറാ ഈ വയലൂരോടെ സ്റ്റേജിൽ നിന്നെങ്കിലും നക്ക് നിങ്ങൾ മുണ്ടുമ്പത്തുക നക്കെന്തോ ഒരു തോന്നൽ അങ്ങനെ വന്നിട്ടുണ്ട. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേന്ന്, നിങ്ങൾക്ക് ഭാഷ പിടിയായിട്ടില്ലേ, നന്റെ ഭാഷ ഇത് അല്ലയോ അല്ല, നക്ക് നേരെ ബണ്ടും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ എന്താ കൺഫ്യൂഷനായ നക്കൊരു ഒരു തോന്നൽ അങ്ങനെന്തും ഇല്ല. മാഷാ അല്ലാഹ് അങ്ങനത്തെ ഒരു തോന്നൽ അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. ഞങ്ങൾക്ക് അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിക്ക് വേണമായിട്ട് നല്ലോണം കഷ്ടപ്പെട്ടുകൊള്ളാർ. ഇനി വലിയ ചെലവുണ്ടോ നല്ലോണം ഇതിന് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട്, പൈസന്റെ വിഷയത്തിലായിട്ട്, തടിന്റെ വിഷയത്തിലായിട്ട് ഈ പരിപാടിയുടെ കൺട്രോൾ ഏറ്റെടുത്തിട്ട്, ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട്, വേണ്ട സലഹമായിട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ തന്നിട്ട്, എല്ലാ ഡയറക്ഷനും കൊടുത്തിട്ട്, എല്ലാ നിലക്കും ഇതിന് സഹായിച്ചവരുണ്ട്. അള്ളാഹു അവരെല്ലാവരെയും രണ്ടു ലോകത്തും സഹായിക്കട്ടെ. അപ്പൊ ഇബ്ലീസിനെ അല്ലാഹു പുറത്തിട്ട് എന്ത് അതബില്ലാണ്ടായി, ബഹുമാനം ഇല്ലാണ്ട് പോയി. അവന്റെ 14,000 ആണ്ടത്തെ സുജൂദും പുസ്ക കൊറേ ഇങ്ങനെ താതക്കും ഇതൊക്കെ നെറ്റിൽ ഇത്ര വില വണ്ണത്തിന്റെ കരിങ്കല്ല് പോലത്തെ കലന്താക്കിട്ട് ഗുണമില്ല. അബ്ബമ്മരോട്ട് ബഹുമാനം വേണോ, വലിയങ്ങളോട്ട് റെസ്പെക്ട് വേണോ, ഹിരിയന്മാരോട് ഗൗരവ ആദരവ് വേണോ, വയസ്സന്മാരെ കാണുമ്പോ നീ തെല്ല ബാക്കടിക്കണോ, പള്ളിയോട് വന്നിട്ട് നീ കൂറ്റികൗജാക്കൊതീറ, മദ്രസറോട് വന്നിട്ട് നീ വേണ്ടാത്തത് ചൊല്ലതീറ, ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിട്ട് എണീക്കുമ്പോ പിന്നെ തോന്നുമ്പോ പറയുമ്പോ നീ എണീക്കുകയും പോവുകയും തീറ. ആലിമീങ്ങളോട് നല്ല ആദരവ് വേണോ, അവരെ തമാശയാക്കൊതീറ, അവഹേളനാക്കൊതീറ. അങ്ങനെ ആയി കഴിഞ്ഞാൽ അൻതഹബത്തല്ലാഹു അമലക്കും, വിശുദ്ധ ഖുർആനല്ലേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്താ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറയുകയാണ് സഹാബികളോട്, നബി തങ്ങളെ ഹളറത്തിലുള്ള മുഅ്മിനീങ്ങളാകുന്ന നല്ലവരിൽ നല്ലവരായ സഹാബികളെ വിളിച്ചിട്ട് അല്ലാഹു തആല ചൊന്നുകൊണ്ടുണ്ട, ലാ തർഫഉ അസ്വാതകും, നിങ്ങളെ സൗണ്ട് നിങ്ങൾ നബി തങ്ങളെക്കാളും വെച്ചു സൗണ്ട് എടുക്കുതീറ. മുണ്ടുമ്പാട്ട് വിളിക്കുമ്പാട്ട് എങ്ങനാട്ട് ഏത് ടൈമിൽ വേണമെങ്ങാവട്ടെ, നബി തങ്ങളെക്കാളും വെച്ചു നിങ്ങൾ സൗണ്ട് എടുക്കുതീറ. മാത്രമല്ല നിങ്ങൾ അപ്പുറപ്പുറ ബാള പോള ബാറ പോറാന്ന് വിളിക്കുമ്പോൾ നബി തങ്ങളെ വിളിക്കുക തീറാ. അങ്ങനെങ്ങാനും നിങ്ങൾ നബി തങ്ങളെ എതിർല് സൗണ്ട് എടുത്തിട്ട് മുണ്ടിയെങ്കിൽ, നിങ്ങൾ അപ്പുറപ്പുറ വിളിക്കുമ്പോൾ ഒരു റെസ്പെക്ട് ഇല്ലാണ്ട് വിളിച്ചെങ്കിൽ, നിങ്ങളെ എല്ലാ അമലുകളും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ്. നിങ്ങളെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു നിഷ്ഫലമാക്കി കളയുന്നതാണ്. നിങ്ങളെ നിസ്കാരവും ഓത്തും ബൈത്തും എല്ലാം അല്ലാഹു തആല തള്ളിക്കളയുന്നതാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ. നല്ലോണം ബഹുമാനം വേണോ, നല്ലോണം ആദരവ് വേണോ, എല്ലാ കാര്യത്തിലും വേണോ. പ്രത്യേകിച്ച് റസൂലുള്ളാന്റെ പരിപാടിയാണ്. ആരാണ് റസൂലുള്ളാഹ്? ലോകത്തിന്റെ നേതാവല്ല, കാരുണ്യ കടലല്ല, മനുഷ്യത്തെ എന്ത് പിന്നെ മാനവീയത്തെ എന്ത് എന്ന് പറഞ്ഞിട്ട് ലോകത്തിന്റെ മുമ്പിലെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുത്ത ഒരേ ഒരാൾ മുസ്തഫായ റസൂലുള്ളാഹ്. ഹബീബായ നബി തങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞെന്താ, നബിയെ നിങ്ങളെ ഞങ്ങള് ബഷീറായിട്ട് നദീറായിട്ട് വസിറാജം മുനീറാ, ലോകത്തിലെ നല്ല വഴി കാണിച്ചു കൊടുക്കുന്ന വെളിച്ചമായിട്ട് ദീപമായിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞയച്ചു നബിയേ. മാത്രമല്ല വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നിങ്ങൾ ലോകത്തിന് കാരുണ്യമാനവേ, നിങ്ങൾ ലോകത്തിന് എല്ലാം കൊണ്ടും കാരുണ്യ കടലാനവേ. നിങ്ങളുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്തെ ഞാൻ പഠിച്ചത്. നിങ്ങൾക്ക് ഞാൻ മരണം ഫർളാക്കിയത് കൊണ്ട് മാത്രമാണ് ലോകത്തുള്ള എല്ലാവരും മരിക്കുന്നത്. ഒരു വേള നിങ്ങൾക്ക് ഞാൻ മരണം തന്നിട്ടില്ലായിരുന്നെങ്കിൽ അഫഹിമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, നിങ്ങളെ
മരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവരെ ബാക്കിയാക്കുകയാണ്. നിങ്ങളെ ഞാൻ ടൈം ആകുമ്പോഴത്തേക്കും മൗത്താക്കിയിട്ട് ബാക്കിയുള്ള നിങ്ങളെ ഞാനിവിടെ ബാക്കി വെക്കുമോ? ഇല്ല ഇല്ല നബിയേ, നിങ്ങളില്ലെങ്കിൽ ലോകമില്ല നബിയേ, നിങ്ങളില്ലെങ്കിൽ സ്വർഗമില്ല നബിയേ. ലൗലാക ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നിങ്ങളെ ഞാൻ പഠിച്ചിട്ടില്ലായെങ്കിൽ, നിങ്ങളെ ഞാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടില്ലായെങ്കിൽ, ഈ ലോകം തന്നെ ഈ കാണുന്ന ഗോളങ്ങളോ ഈ പ്രപഞ്ചമോ ഞാൻ പടക്കില്ലായിരുന്നു നബിയേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അതേ ആശയം വരുന്ന ഒരുപാട് ആയത്ത് പറയുന്നുണ്ട്. ഇത് ഹദീസാണെങ്കിൽ അത് ആശയം വരുന്ന ഒരുപാട് ആയത്തുകൾ അത് വിശദീകരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങളെ ലോകം അംഗീകരിച്ചോ, ലോകം ആദരിച്ചോ. എല്ലാവരും നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് സലാം പറഞ്ഞു. സലാം പറഞ്ഞവരുടെ കൂട്ടത്തിൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളുണ്ട്, അചേതന വസ്തുക്കളുണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളുണ്ട്. വൽവഹ്ശോ വല്ലശ്ജാറോ قصجدت له وعليه قد سلمنا بعد تشهد والوحش والشجار. കല്ലുകള്, മരങ്ങള്, മറ്റു പറവകള്, പക്ഷികള്, മൃഗങ്ങള്, എല്ലാ വസ്തുക്കളും നബിയേ നിങ്ങളെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു നബിയേ, തലകുണിച്ചു നബിയേ. വഅലൈഹി ഖസ്സല്ലംനാ ബഅദ തശഹൂദി. ചൊല്ല മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹു ഈ സ്വർഗത്തിന്റെ തോപ്പിൽ ഒരുമിച്ച് കൂടിയതിനേക്കാളേറെ ചന്തത്തില് ഞങ്ങളെല്ലാവരെയും നാളെ അല്ലാഹു ഹിസാബില്ലാതെ അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. ഈ സ്വർഗത്തിന്റെ തോപ്പിൽ ഒരുമിച്ച് കൂടിയതിനേക്കാളേറെ റാഹത്തില് അല്ലാഹു ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂട്ടട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇടതും വലതെല്ലാം മലായിക്കത്തീങ്ങളുണ്ടോ? നിങ്ങൾക്ക് വേണായിട്ട് ആമിയാക്കുക അങ്ങ് വന്നുറോ, അല്ലാണ്ട് വയല് കേട്ടിട്ട് നന്നാവുക വേണായിട്ടെന്തോ അല്ല. മലായിക്കത്തീകൻ നിങ്ങൾ ഓൾറെഡി ഞങ്ങളെ കാട്ടുന്നല്ല എന്ന് അല്ലേ? അപ്പൊ ഈ മജ്ലിസിൽ ഇരിക്കുമ്പോഴത്തേക്കോ നിങ്ങൊരു വിഷയാക്കോ, നിങ്ങ ഈ റായത്തങ്ങ ഊടുത്ത ആൽമാറും ഊടുത്ത വയസ്സന്മാറും ഊടുത്ത ബാല്യക്കാറും ഊടുത്ത മക്ക ഒരു വേള ഞങ്ങൾ ഈ ഫംഗ്ഷനൊക്കെ വേണായിട്ട്, ഈ വയൽ പരിപാടിക്ക് വേണായിട്ട് അപ്പുറത്തെ ആസുവാസിലുള്ള റായത്തങ്ങല്ല ബറുവാർ. അപ്പൊ അങ്ങ് വന്നെങ്കിൽ അങ്ങ് ഞങ്ങളെ അതിഥികളാണ്, ഞങ്ങളെ ഗസ്റ്റുമാര്. ഗസ്റ്റിനെ, അതിഥിയെ ആദരിക്കണം. അത് ഈമാനല്ലേ? നിങ്ങത്തല്ല തലല്ലാട്ടറാവല്ലേ? വിഷയാക്കണ്ടെന്ന് മാത്രം തലല്ലാട്ടറു. നിങ്ങൾ ഈ പൂത്ത് വെച്ചാൽ ഇരുമ്പ് പോലായങ്ങാവല്ലേ? പൊറ ഔത്തുകു ഒരു ഗസ്റ്റ് വന്നെങ്കിൽ നിക്കിപ്പം പറഞ്ഞു നേരെ കിട്ടിയ നല്ല കേൾക്കണയോ ഫസ്റ്റാ വാ മാഷാല്ല ഇതേ ഇതേ കുടിക്കോ ചായാവാ പാളാവാ അങ്ങനമേ കേൾക്കണോ. അല്ലാണ്ട് പോടുത്തോളാ എന്തെങ്കിലും എടുക്കട്ടാന്ന് മൂക്കുമ്പ് സൊണ്ടുള്ളവൻ ചൊല്ലും വേണ്ടബ്ബാ വേണ്ടാന്ന്. അങ്ങനെ കേൾക്കുക തീരാ എടുക്കട്ടാന്ന്. നീ ഒരിക്കൽ എടുക്കോറില്ല എന്നാ ചൊല്ലുവാ, അങ്ങനെ ചൊല്ലുവാണ്. നാന് ചായ റെഡിയുണ്ടോ, ചപ്പമ്മ മധുരമ്മ അങ്ങനെ കേൾക്കും. ഇത് ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് 3/4 മണിക്കൂർ മുണ്ടി ലാസ്റ്റ് 50 മിനിറ്റ് ആകുമ്പോൾ പോണ്ട. അപ്പൊ ഇളിയുമ്പോഴത്തേക്ക് കുടിക്കാൻ എന്താ എടുക്കട്ട ആയില്ല ഒരിക്കൽ എടുക്കോറില്ല എന്നാ ചൊല്ലുവാ, അങ്ങനെ കേൾക്കൂ തീര. ആര് അതിഥിങ്ങ കസ്റ്റമറിൽ ചെന്നങ്ങ് അറിഞ്ഞു വിചാരിച്ചറിഞ്ഞ മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ലൈഫഹു. നിങ്ങൾ ഈമാനുള്ള മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ച മുസ്ലിമീങ്ങളാണെങ്കിൽ ഫല്യുക്രിം ലൈഫഹു, അടുത്ത് പണ്ട കഷ്ടമാർ അതിഥിമാരെ നിങ്ങൾ ബഹുമാനിക്കണോ, ആദരിക്കണോ. ജാതി നോക്കണ്ട, മതം നോക്കണ്ട, പ്രായം നോക്കണ്ട.
അതിഥിമാരായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് വന്നുകൊണ്ടല്ലേ ഞങ്ങളെ നല്ല പോലെ ബഹുമാനിക്കണം. അപ്പൊ ഞങ്ങൾ ആ സുഭാസിലുള്ള റായത്തങ്ങ പണ്ടത് ഞങ്ങൾ വിളിച്ചിട്ട് ഈ നോട്ടീസ് കണ്ടിട്ട് ഈ നല്ല പരിപാടിയിൽ ദൈക്കു വേണായിട്ട് അങ്ങ പറമ്പത്തുകോ അങ്ങ കൂടെ ദൈക്കു ജാഗില്ലാണ്ട് അവതീറ. അപ്പൊ എന്താക്കണ വന്നുണ്ടാ കൂടെ ദയിച്ച നിങ്ങ തെല്ല് അത് ആ സൈഡിൽ കുറെ കസേര കാലിയുണ്ടോ തെല്ല അപ്പുറം പോയിട്ട് ദയിച്ചെങ്കിൽ പിന്നെ പണ്ടങ്ങ ഇപ്പുറം ദയിക്കുക. ആയിട്ടില്ല എനിക്കണ്ട നിങ്ങൾ ഈ സൈഡിലുള്ള അങ്ങ് കുറച്ച് ആൾമാർ ആ സൈഡിൽ പോയിട്ട് ദയിച്ചെങ്കിൽ നെക്സ്റ്റ് ബണ്ടങ്ങ എന്താക്കുവാറ വന്നിട്ട് കൂടെ ദയിക്കുക. അപ്പൊ ഒരാളെ ക്വസ്റ്റ്യൻ അവിടുന്ന് എന്തേ ഉസ്താദെ ബന്നങ്ങക്കെ ഈല പോയിട്ട് ദയിച്ചങ്ങായല്ലേ, ഇനി ബണ്ടങ്ങമേ ഈല പോയിട്ട് ദയിച്ചങ്ങായല്ലേ. അങ്ങനെ എയിലല്ല വന്നിട്ട് എപ്പല്ല വന്നിട്ട് പോയിട്ട് ഫ്രണ്ടിൽ ദയിക്കോ. ഇത് ഫുട്ബോൾ മാച്ച് അല്ല. അത്ര വലിയ ഈമാനും ഇസ്ലാം ഉള്ളെങ്കിലൂടെ ഉള്ള അങ്ങനെ വന്നിട്ട് ഫ്രണ്ടിൽ ദയിക്കണ തിരിക്കിട്ട് പിരിക്കിട്ട് തെല്ലപ്പുറവല നാണും ദയിക്കില്ല അല്ലല്ല ഒരേ കസാലല്ല സാരല്ല നക്ക് സൈഡ് മയ്യാവും ചെന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ദയിക്കണ. അതാ അങ്ങനെ ദയിക്കണമെങ്കിൽ ഇത് ഡേ നൈറ്റ് മാച്ചാണ്, അല്ലെങ്കിൽ ഫെഡ് ലൈറ്റ് മാച്ചാണ്, അല്ലെങ്കിൽ 2020 ഗാലറിയാണ്. അതിന്റെ ബറുവാ. അല്ലാണ്ട് ദീനിന്റെ കാര്യത്തൊന്നും അങ്ങനെ അത്ര സുലാഭത്തിലൊന്നും കിട്ടാല ആൾമാർ കിട്ടുവാ. നല്ല ചൊന്നോ ഇത് 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും വലിയ അമല്. അപ്പൊ അത് എല്ലാവർക്കും പോയാലേ ആ തൗഫീഖ് എല്ലാവർക്കും ഇല്ല. ആ തൗഫീഖ് കിട്ടിയനായിട്ടിക്കട്ടെ നാനും നിങ്ങളും അല്ലാഹു തആല ഞങ്ങളൊന്ന് കബൂലാക്കട്ടെ. അപ്പൊ കുറച്ച് ആൾമാർ എനിക്ക് റോദാപ്രഭോ അവിടെ കസാലുണ്ടോ കാലുണ്ടമ്മ കസാൽ നീ അവിടെ നിന്ന് തെല്ലപ്രതിയുമാ തെല്ലപ്രതി നിന്റെ അപ്പുറത്തെ കസാലതി അയാളെ നോക്കണ്ട. അയാൾ കബർക്ക് പോണ്ടല്ലോ ഞങ്ങളെ കബർക്കല്ല പോണ്ടോ. നീ തെല്ലപ്രതി നിന്റെ അപ്പുറത്തുള്ള കസാല നീ ഫസ്റ്റ് ഫില്ലാക്ക്. അങ്ങനെ മാഷാ അല്ലാഹ് എത്ര കസാര കാലി എനിക്കൊറൂല. ഈ സൈഡിലുള്ള എനിക്കൊറ അതേപോലത്തെ കസാല എന്തോ ടയറൊന്നും ഇല്ല, പേടിക്കണ്ട. വിളിച്ച സാത്ത് കാറും പണ്ടില്ലല്ലേ, അതല്ലേ വലിയ ആപത്ത്. കുറെ ദമ്മതക്കൽ ഇടണം, കാരണം വയലല്ലേ ദമ്മതക്കരണ്ടി പറഞ്ഞു. മാഷാ തെല്ല് ഇപ്പുറത്തേക്കുറ അതുപോലെ ആൾമാരും വന്നെങ്കിൽ സൈഡിലേക്കുക. ഏതോട്ടെ അൽഹംദുലില്ലാഹ് നിറഞ്ഞ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇതിനു വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തവർക്ക് അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. ഹബീബായ നബി തങ്ങളെ എല്ലാവരും അംഗീകരിച്ചു. റസൂലുള്ളാഹി തങ്ങളെ സകലതും ആദരിച്ചു. ഹബീബായ നബി തങ്ങളെ മുമ്പിൽ വന്നിട്ട് എല്ലാവരും ഷഹാദത്തിന്റെ കലിമ പറഞ്ഞു. മൃഗങ്ങൾ പോലും അവിടത്തേക്ക് സലാം പറഞ്ഞു. ഇല്ലേ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാ. ഒരു ഉടുമ്പ് ഒരാൾ ഒരു മനുഷ്യന് അയാളതാ ഒരു ഉടുമ്പിനെ പിടികൂടുകയാണ്. ഉടുമ്പുക്ക് നിങ്ങൾ ചൊല്ലോ ഉടുമ്പു കുടു ഉടു അത് ഹലാലായ ഒരു ജീവിയാണ്. തിന്നുന്നവർക്ക് തിന്നിട്ടേ വേണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഹലാലായ നിലക്ക് പറ്റിയ മൃഗമാണ് ഉടു. അത് ഭയങ്കര ഒരു സാധനം, ഭയങ്കര ഗട്ടി പിടിച്ചെങ്കല്ല. അത് അത്ര പേര് ഇളവല്ല. പണ്ടത്തെ കള്ളന്മാരല്ല വലിയ വലിയ പുരകു വലിയ വലിയ അട്ടത്തുകല്ല 10 വേണായിട്ട് അതിന്റെ നടുകു വള്ളി ഇട്ടിട്ട് എറിഞ്ഞുകൊണ്ടിരുന്നാറുള്ള. അതവിടെ പിടിച്ചെന്ന് കണ്ടെങ്കിൽ പിന്നെ ബിൽക്കുൽ അളക്കല അങ്ങനെ പത്തിക്കൊണ്ടിരുന്നാറ്. ഇപ്പൊ പിന്നെ ഏണിയെല്ലാം ഉണ്ടല്ലേ, ഗൂഗിൾ മാപ്പ് ഉണ്ട്. പിന്നെ കള്ളന്മാർക്ക് സുളാഭായി. പിന്നെ ഉടു വേണമെന്നില്ല. കാരണം എന്തേ ആ ഉടിനെക്കാളും ബലു ഉടു ഈ ബണ്ട കള്ള വിടറു. അള്ളാഹു ഞങ്ങളെ സമ്പത്തും വീടും പറമ്പും എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ ബദരീങ്ങളെ കാവല് അള്ളാഹു നൽകട്ടെ. അങ്ങനെയുള്ളൊരു ഉടുമ്പിനെ ഒരാൾ പിടിച്ചു, ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ. വേണ്ട നക്ക് ഫാൻ വേണ്ട ഉമ്മ, നക്ക് വേണ്ട, നക്ക് വേണ്ടേ വേണ്ട. എത്ര പേർക്കെങ്കിലും വേണ്ട. ഒന്നോ രണ്ടാമത് ഇപ്പത്തെ ഫാന് കൊണ്ടല്ലേ ഏത് കമ്പനിയാട്ട് ഏത് കമ്പനി എങ്ങും സാരമില്ല. കാറ്റിന്റെ കാട്ടിയേറെ കൂറ്റായിട്ട് അവിടെ പോയി പിന്നെ നിങ്ങൾ ഫിറ്റാക്കുറവല്ലോ. ഇപ്പൊ വേണ്ട, ഇപ്പൊ നക്ക് വേണ്ട. ആ ഫാന് ഫിറ്റാക്കറേ വേണ്ട. അതിന്റെ ഒരു സൗണ്ട് വേറെ. നിങ്ങൾ 4 ഫാൻ കൊണ്ട് വെച്ചോണ്ട് നക്ക് വേർക്കും. ഞാൻ കുറച്ച് ഇങ്ങനെ വർക്കായിക്കൊണ്ടേ ഉള്ളല്ലേ, ബോഡി ഹീറ്റാവും. സാരമില്ല, അൽഹംദുലില്ലാഹ്. അല്ലാഹു മരിക്കോടത്തോളം ഞങ്ങളെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും അല്ലാഹു പൂർണ്ണ ആരോഗ്യം നിലനിർത്തി തരട്ടെ. അല്ലാഹു ആരോഗ്യം ഏറ്റിത്തരട്ടെ. അല്ലാഹു ആരോഗ്യം നമുക്ക് ഏറ്റിത്തരട്ടെ. എന്തെല്ലാം രോഗങ്ങൾ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് കാറിന്ന് ഇളിഞ്ഞാട്ടായ മൂല
നക്കൊരാൾ ഫോണാക്കി അയാളെ കിടാവ് ആസ്പത്രിയിലുണ്ടോ, സഡൻലി പനി വന്നിട്ട് ആസ്പത്രിയിൽ പോയിട ഉസ്താദ് ദ്വാരക്കണോ എന്നിട്ട് അയാൾ ചൊന്നന്ദ്ര കൊന്തുണ്ട ഉസ്താദെ ആസ്പത്രിയിൽ നിന്നെ കിടാവരെ കൊണ്ടുപോയിട്ടാകുമ്പോ നക്ക് ഭയങ്കര ബേജാറായി. എന്റെ കൊന്തുണ്ട ആസ്പത്രിയിൽ ഫുള്ള് കിടാക്കമേ ഇടുമിട്ടായിറാറ, എല്ലാവർക്കും പനിയെ, എന്തു പനിയെന്ന് കൊന്തില്ല. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. അള്ളാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും വേണ്ടപ്പെട്ടവരെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അള്ളാഹു കാക്കട്ടെ. ഞങ്ങളെ ദുആ, ഞങ്ങളെ ആമീൻ, ഞങ്ങൾ കൊടുത്ത സ്വതക്ക, ഞങ്ങളെ രോഗങ്ങൾക്ക്, ഞങ്ങളെ പ്രയാസങ്ങൾക്ക് അള്ളാഹു മരുന്നാക്കട്ടെ, അള്ളാഹു പരിഹാരമാക്കട്ടെ. ഒരു മുസ്ലിം അല്ലാത്ത ജൂതനോ നസ്രാനിയോ ആയൊരു മനുഷ്യന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്, സ്വഹീഹായ ഹദീസാണ്. അയാളതാ ഒരു ഉടുമ്പിനെ പിടിച്ചോ, പിടിച്ച മനുഷ്യന് മുസ്ലിം അല്ല. അയാൾ ആ ഉടനെ പിടിച്ചിട്ട് നേരെ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്നു, മുഹമ്മദ്